വെൽക്കം ബാക്ക് അവർ യൂട്യൂബ് ചാനൽ. ഇതിപ്പോൾ സമയം ഏകദേശം വെളുപ്പിന് ഒരു 6:30 ആയി കാണും. ഞങ്ങൾ നേരെ വന്നത് ഇടത്തേക്കായിരുന്നു. ജിബി കാല് വേണ്ടിയിരിക്കുന്നതുകൊണ്ട് അവനിപ്പോൾ റെസ്റ്റിലാണ്. അവൻ്റെ പുതിയ സ്റ്റെപ്പാണ് കൈസ്. ഇന്നത്തെ പരിപാടി എന്താണെന്ന് ഞാൻ പറയാൻ വിട്ടുപോയി. ഞങ്ങൾ രാവിലെ തന്നെ ഇറങ്ങിയെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ചങ്ങനാശ്ശേരിയിലൊരു എൻഗേജ്മെൻറ്റ് ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഡയറക്റ്റ് അങ്ങോട്ടേക്ക് പോകാമെന്നായിരുന്നു ആദ്യം വിചാരിച്ചത്. പിന്നെ കുഞ്ഞാൻ്റെ കൂടി വരുന്നതുകൊണ്ട് ഞങ്ങൾ നേരെ ഇങ്ങോട്ടേക്കാണ് വന്നത്, ഇടത്തേക്ക്. ലിജിൻ ചേട്ടൻ്റെ കാർ അവിടെ ചുമ്മാ എടുക്കുന്നുണ്ട്. ഞങ്ങളെങ്കിൽ വിചാരിച്ചു ഞങ്ങൾ 4 പേരും കൂടി എങ്കിൽ കാറിൽ പോയിട്ട് തിരിച്ചു വരാമെന്ന്. കുഞ്ഞു പിന്നെ വണ്ടി കയറി അപ്പം തന്നെ ഉറങ്ങും. അങ്ങനെ ഞങ്ങളൊരു 11:30 കഴിഞ്ഞ് ചങ്ങനാശ്ശേരി പള്ളിയിലെത്തി. കുറുമ്പനാട് എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. ഇപ്പോൾ പള്ളിയുടെ പേരും കുറുമ്പനാട് എന്നാണ്. ശരിക്കുള്ള പേര് ഞാൻ കണ്ടില്ല ഗൈസ്, ഞാൻ വായിക്കാൻ വിട്ടുപോയി. സ്ഥലത്തെത്തിയപ്പോൾ തന്നെ ഞങ്ങൾ ആദ്യം പള്ളിയിൽ കയറി പ്രാർത്ഥിച്ചു. അതിനുശേഷം പെണ്ണും ചെറുക്കനും വരാനായിട്ട് വെയിറ്റ് ചെയ്തു. കുഞ്ഞു ആണെങ്കിൽ ചെന്നപ്പോൾ തന്നെ നല്ല അലമ്പ് തുടങ്ങി ഗൈസ്. അങ്ങനെ ചെറുക്കനും പെണ്ണൊക്കെ വന്നു. അവരകത്തേക്ക് കയറലും പിന്നെ ഫോട്ടോ എടുപ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പക്ഷേ പ്രസംഗം കംപ്ലീറ്റ് കേൾക്കാൻ പറ്റിയില്ല ഗൈസ്. വാവയായിരുന്നെങ്കിൽ നല്ല അലമ്പായിരുന്നു ഗൈസ്. അതുകൊണ്ട് ഞങ്ങൾക്ക് എൻഗേജ്മെൻ്റ് ഒന്നും കാണാൻ പറ്റിയില്ല. അപ്പോൾ ഞങ്ങളിപ്പോൾ നേരെ ഫുഡ് കഴിക്കാൻ പോവുക. ഇതിപ്പോൾ കുറച്ച് വലിയ പൊങ്ങനെയുള്ള ഏരിയ ആയതുകൊണ്ട് നല്ല ചൂടുമാണ് അല്ലേ? ചൂടാണ്. എന്താ ഈ പള്ളിയുടെ പേരെന്തായിരുന്നു? കുറുമ്പനാടം എന്നാണ് ഈ പള്ളിയുടെ പേര് വരുന്നത്. ചങ്ങനാശ്ശേരിക്ക് അടുത്താണ്. ഈ പള്ളി വരുന്നതെന്ന് പറയുമ്പോൾ മലയുടെ ഏറ്റവും മുകളിലാണ്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അങ്ങ് കുറച്ചുകൂടി അങ്ങോട്ട് നീങ്ങിക്കഴിഞ്ഞാൽ നല്ല വ്യൂ പോയിൻ്റാണ്. ഞാൻ എന്തായാലും കാണിച്ചു തരാം. എനിക്കും കാണാമല്ലോ, ഞാൻ ഫസ്റ്റ് ടൈമാണ് വരുന്നത്. ഞങ്ങളുടെ മാരേജ് കഴിഞ്ഞ ടൈമിൽ ഇവിടെ അടുത്ത് ഞങ്ങളുടെ കസിൻസിൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ട്. പക്ഷെ പള്ളിയിൽ വന്നിട്ടില്ല. ഇപ്പോഴാണ് വരാൻ പറ്റിയത്. വാവ്, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. നല്ല ചൂടാണ് ഗൈസ്, അത്രയ്ക്ക് നല്ല വെയിലാണ്. പപ്പടയെ കൊടുത്തു. കുഞ്ഞു കുഞ്ഞു പൂച്ച എങ്ങനെയാ കരയുന്നത്? ജ്യൂസിൻ്റെ സെക്ഷനിൽ ഒരുപാട് വെറൈറ്റീസ് ഉണ്ടായിരുന്നു. നല്ല ടേസ്റ്റി ആയിരുന്നു. അങ്ങനെ വധുവരന്മാരുടെ ഫങ്ഷൻസും ഫോട്ടോ എടുപ്പൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാനായിട്ട് കയറി. അവയ്ക്കൊരു പൂ വേണമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ചങ്ങനാശ്ശേരി നഗരസഭയുടെ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ ഞങ്ങളുടെ എല്ലാ അപ്പോൾ ഗൈസ്, ഞങ്ങൾ ഇവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ ഇറങ്ങുവാണ്. കാരണം ഇപ്പോൾ ഏകദേശം ഒരു 3 മണി ആയിട്ടുണ്ട്. ഇവിടെ ആണെങ്കിൽ നല്ല മഴക്കാറുണ്ട്. മമ്മിയാണെങ്കിൽ എല്ലാവരുടെ അടുത്തും യാത്ര പറയാനായിട്ട് പോയിരിക്കുവാണ്.
അപ്പം ഞങ്ങൾ നേരെ പോയത് ഇടത്തേക്കല്ലായിരുന്നു, ലില്ലിക്കുട്ടി ആൻറ്റിയുടെ വീട്ടിലേക്കായിരുന്നു പോയത്. അവിടെ ഒരുപാട് വെറൈറ്റി പ്ലാന്റ്സ് ഉണ്ടായിരുന്നു ഗൈസ്. ഞങ്ങളുടെ വീട്ടിലിരിക്കുന്ന മിക്ക ചെടികളും ലില്ലിക്കുട്ടി ആൻറ്റിയുടെ ഗിഫ്റ്റാണ്. അപ്പോൾ ഇങ്ങനെ ഓരോന്നും എന്തെങ്കിലും വെറൈറ്റി ഉണ്ടോ എന്ന് വരുമ്പോൾ ഞങ്ങൾ നോക്കാറുണ്ട്. ഇതൊക്കെ വീട്ടിലുള്ളതാണ് ഗൈസ്. അതുകൊണ്ട് പുതുതായിട്ടൊന്നും ഇത്തവണ എടുത്തിട്ട് പോകുന്നില്ല. ലില്ലിക്കുട്ടി ആൻറ്റി നമുക്കായിട്ട് ഒരു സ്പെഷ്യൽ വാഴയ്ക്കാപ്പം പൊരിച്ചത് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ തന്നെ അവൾ ഉറക്കമായിരുന്നു. പിന്നെ നേരെ ബെഡിലേക്ക് കിടത്തുകയാണ് ചെയ്തത്. ഇപ്പോൾ കുറച്ച് നേരമായിട്ട് അവൾ നല്ല ഉറക്കത്തിലാണ്. ഇപ്പോൾ ആൾ എണീറ്റതേ ഉള്ളൂ. ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുവാണ്. ഇതാണ് കുഞ്ഞുവിൻ്റെ പരിപാടി. ആരും കാണാണ്ട്. കുഞ്ഞു എന്ത് ചെയ്യുവാ? അതെല്ലാം താഴെ ഇടുവായിട്ട് ഭയങ്കരമായിട്ട് അലമ്പിയായിട്ട് വരുമോ പപ്പ പോയി കഴിഞ്ഞിട്ട്, അല്ലേ കുഞ്ഞു? ഹായ് പറ, ഹായ് പറ, ഹായ് പറ. ഹായ്. പൂച്ച എങ്ങനെയാണ് അറിയുന്നേ? ഓർക്കാൻ ശരിയാവുന്നില്ല, അതാ. അങ്ങനെ ഒരു 4:30 ആയപ്പോൾ ഞങ്ങൾ ഇറങ്ങി ഗൈസ്. ഞങ്ങളൊരു 7 മണിയൊക്കെ ആയപ്പോൾ വീട്ടിൽ വന്നു. നല്ല ബ്ലോക്കായിരുന്നു. ഒരുപാട് ടയേർഡാണ്. ഭാവയും ടയേർഡാണ്. ഇനി അവളെ മേലെ കഴിച്ച് ഫുഡൊക്കെ കൊടുക്കണം, ഞങ്ങൾക്ക് ഫുഡ് കഴിക്കണം. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ ഞങ്ങളുടെ ദിവസം. പെട്ടെന്നായിരുന്നു പോയത്. ഫുൾ ബിസി ഷെഡ്യൂളായിരുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, ബൈ.